ഈശോയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ ഒരു പുണ്യത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ 5-ാമത്തെ ഫലമായ ദയ. കൂടെയുള്ളവരോട് ഒരു അനുകമ്പയും ആർദ്രതയും ഒരലിവും ഒക്കെ തോന്നുന്ന നല്ലൊരു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന വലിയൊരു കൃപയാണ്, വലിയൊരു മനോഭാവമാണിത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. കൂടെയുള്ളവരോട് അല്പം ഒരു കാരുണ്യത്തോടെ വർത്തിക്കുവാൻ, അലിവോടെ, ദയയോടെ, അനുകമ്പയോടെ പെരുമാറുവാൻ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയൊരു ഫലത്താൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ, അഭിഷേകം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ആമേൻ. ചിറകുകളാലേ പറന്നിറങ്ങണമേ.